തൃശൂർ പൂമലയിൽ സർഫാസി നിയമപ്രകാരം കുടുംബത്തെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കവുമായി കേരള ബാങ്ക്. ബാങ്ക് അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബം ആത്മഹത്യാ ഭീഷണി മുഴക്കി. സംഭവത്തെക്കുറിച്ചുള്ള ന്യൂസ് മലയാളം വാർത്ത ചർച്ചയായതോടെ മണിക്കൂറുകൾക്ക് ശേഷം ജപ്തിയിൽ നിന്നും ഉദ്യോഗസ്ഥർ താൽക്കാലികമായി പിൻവാങ്ങി. ന്യൂസ് മലയാളം ഇംപാക്ട്. പൂമല പാറമ്പായിൽ തെക്കുംചേരി വീട്ടിൽ പരേതനായ TJ തോമസിന്റെ ഭാര്യയും മക്കളുമാണ് കടക്കെണിയെ തുടർന്ന് ജപ്തി ഭീഷണി നേരിടുന്നതും മറ്റു മാർഗങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നതും. 2017 തോമസ് എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ കടബാധ്യത 45 ലക്ഷത്തോളമായി ഉയർന്നു. തോമസിന്റെ മരണശേഷം തിരിച്ചടവ് തീർത്തും മുടങ്ങിയതോടെ 2022 ജപ്തിക്ക് അനുമതി നൽകി കോടതി ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് കുടുംബത്തെ കുടിയൊഴിപ്പിക്കുന്നതിനായി ഇന്ന് കേരള ബാങ്ക് ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് കമ്മീഷണറും എത്തിയത്. കൂടുതൽ ഫോഴ്സിനായിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തായാലും ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 ദിവസം ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റണില്ല. 18 ലക്ഷം രൂപയുടെ ബാധ്യത ഇരട്ടിപ്പ് 45 ലക്ഷത്തോളമായതോടെ പലതവണ കുടുംബത്തിന് നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് ബാങ്ക് അധികൃതർ നൽകിയ വിശദീകരണം. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ 35 ലക്ഷം രൂപ ഇന്ന് തന്നെ അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ തീർത്തും പ്രതിസന്ധിയിലായ കുടുംബത്തെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ന്യൂസ് മലയാളം വാർത്തയിലൂടെ പുറത്തുകൊണ്ടുവന്നു. ഇതോടെ പൊതുപ്രവർത്തകരും നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടു. ബാങ്ക് അധികൃതരും അഡ്വക്കേറ്റ് കമ്മീഷണറും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കുടുംബം വീട് വിട്ടിറങ്ങാൻ തയ്യാറായില്ല. ഇതാണോ രീതി? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടപെടേണ്ടത്. അല്ല സുഹൃത്തെ, ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതിയാണ് നിങ്ങൾ വിധിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് നടപടിയെടുക്കും. എന്റെ കൈയെടുക്കുന്നതാ. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുടുംബം വീടിനുള്ളിൽ കയറി വാതിലടച്ചു. നാട്ടുകാരും ജനപ്രതിനിധികളും ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഇവരെ അനുനയിപ്പിച്ചത്. അവരിപ്പോഴും ഇന്നലെ രാത്രി 9:10 വരെ ആരോടും ചോദിക്കാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ സഹോദരി ജോലിക്ക് പോയിരുന്നു. അപ്പോൾ ഓൾറെഡി 5:30 ഇവിടെ വന്ന് വീട് ആരോടും ചോദിക്കാതെ, ഞങ്ങൾ വീട് പൂട്ടിയിട്ടല്ല പോകുന്നത്. അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ആരോടും ചോദിക്കാതെ വീട്ടിൽ വന്ന് തുറന്ന് കയറുകയും ആ വീട് മൊത്തം കണ്ടുപോവുകയും എന്നിട്ട് എന്നെ ഇന്നലെ രാത്രി ഞാൻ ഇല്ലാത്തതുകൊണ്ട് 9:10 രാത്രിക്ക് ഇവിടെ വരികയും വന്ന് എന്നോട് സംസാരിച്ച് 40 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പാർട്ടികളുണ്ട്, അത് കൊടുത്ത് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് എന്നെ മാക്സിമം അതിലേക്ക് ഉപയോഗിക്കാനും അവർക്ക് ചുളുവിലയ്ക്ക് കിട്ടാനുള്ള മാർഗത്തിലേക്ക് അവർ ശ്രമിച്ചു. ന്യൂസ് മലയാളം വാർത്ത ചർച്ചയായതോടെ പിന്നീട് ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടായി. ഇതേ തുടർന്നാണ് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകാൻ തയ്യാറായത്. 23-ന് കോടതിയിൽ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കോടതി തീരുമാനപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. അതേസമയം താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരമായെങ്കിലും സർഫാസി നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട കുടുംബത്തിന്റെ ആശങ്കകൾ ഇനിയും ബാക്കിയാവുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.